കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്രിസ്ബൻ ട്രിപ്പിൽ ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ആയിരുന്നേ. ചിലർക്ക് ഫ്ലൈറ്റിൽ കയറണം, ചിലർക്ക് ട്രെയിനിൽ കയറണം, ചിലർക്ക് ബോട്ടിൽ പോകണം, ചിലർക്ക് ബസ്സിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫ്ലൈറ്റ് ട്രിപ്പ് നമ്മൾ വരെ നടത്തി. അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേറെ സെക്ഷനാണ്. പക്ഷേ നമ്മൾ ബാക്കി ട്രെയിനും ബസ്സും ബോട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗോ കാർഡുണ്ട് ട്രാൻസ്ലിങ്ങിൻ്റെ. ആ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ അത് റീചാർജ് ചെയ്യും. അതുപോലെ പേപ്പർ ടിക്കറ്റ് വാങ്ങണമെങ്കിൽ ഇതുപോലെ ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്ന പോലെയുള്ള മെട്രോ സ്റ്റേഷൻസിൽ നിന്നാണ് നമുക്ക് ആ പേപ്പർ ടിക്കറ്റ് കിട്ടുക. അപ്പോൾ അതിനൊരു ടൈം ഉണ്ടാവും. നമ്മൾ മേടിച്ചപ്പോൾ തന്നെ 10:30 നൈറ്റ് 10:30 വരെ ഈ പറയുന്ന 3 മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിക്കറ്റാണ് തന്നത്. ഇപ്പോഴ് ഒരു 6 months ട്രയൽ നടക്കുകയാണ് ക്യൂൻസ്ലാൻഡിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ആളുകൾ സ്വന്തമായിട്ട് കാർ യൂസ് ചെയ്യാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയലിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് 50 cents ആയിട്ട് ടിക്കറ്റ് റേറ്റ് ഫെയർ കുറച്ചേക്കുവാണ്. പിന്നെ ഒത്തിരി ഫ്രീ സർവീസസും ചില പർട്ടിക്കുലർ കളറിലുള്ള ബസ്സുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കയറിയിരിക്കുന്ന ബസ് സൗത്ത് ബ്രിസ്ബൻ ഫ്രീ ലൂപ്പ് സർവീസസ് എന്നാണ്. അപ്പോൾ അത് ഫ്രീ ആണ് ആക്ച്വലി ആ ബസ്. അല്ലാത്ത കുറേ ബസ്സുകൾ ഇപ്പോൾ ഏതിൽ കയറിയാലും മാക്സിമം ഈ ടിക്കറ്റ് 50 cents ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ട്രാവൽ നമുക്ക് പോസിബിൾ ആണ്. അപ്പം ഇതിലേക്കൂടെ ഇങ്ങനെ ഇതിലേ പോകുമ്പോൾ ആക്ച്വലി ഇതുണ്ടോ, ഇവിടെ ഓണടി വളരെ വിരളമാണ്. പക്ഷേ ഓണടിച്ച് കഴിഞ്ഞാൽ അത് തന്തയ്ക്ക് വേളി മാത്രമാണ്. ഇതുണ്ട് ഇപ്പോൾ ഈ കാറിൻ്റെ ബസ് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്നൊരു ടാക്സിക്കാരൻ പാർക്ക് ചെയ്തതിനാണ് ഈ നല്ല ഓണടി അടിച്ചത്. അതുപോലെ തന്നെ ഈ ബസ് പോകുമ്പോൾ കറക്റ്റ് നമ്മുടെ നാട്ടിൽ KSRTC വന്നിങ്ങനെ മുട്ടിച്ച് നിർത്തില്ല. അതുപോലെ തന്നെ ചില വണ്ടിക്കൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ മുട്ടിച്ച് നിൽക്കുന്ന പോലെ അങ്ങനെ ചെയ്യുന്നതും കണ്ടു. നമ്മൾ ഈ ബസ് ട്രിപ്പ് ഡെറിക്കിൻ്റെ ഫേവറേറ്റ് സംഭവമാണ്. അവനോട് സ്കൂൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ പോലും ബ്രിസ്ബനിൽ പോയിട്ട് ബസ്സിൽ കയറണമെന്ന് അവൻ്റെ നിർബന്ധമായിരുന്നു. എനിവേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അവിടെ സൗത്ത് ബ്രിസ്ബൻ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഇൻഫർമേഷൻ ടേബിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏതൊക്കെ ടൈമിലാണ് ഇങ്ങോട്ടൊക്കെയാണ് ബസ്സുകളെന്നൊക്കെ ട്രെയിൻസ് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആക്ച്വലി ഫ്രൈഡേ ആണ് ഇന്ന്. ഫ്രൈഡേ ഒരു 8:30 8:45 ആയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ വെറുതെ അവിടുന്ന് ആ സ്റ്റോപ്പിൽ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് പിന്നെ ഒരു 2-3 സ്റ്റോപ്പ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി. ജസ്റ്റ് ഒരു ട്രെയിൻ യാത്രയുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ ഈ മെട്രോ യൂസ് ചെയ്യാറില്ല. നമ്മൾ ഗ്ലാഡ്സ്റ്റണിലായതുകൊണ്ട് നമുക്കിവിടെ ട്രെയിൻ സർവീസസ് ഉണ്ട്. പക്ഷേ നമ്മളങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരാറില്ല. ഏകദേശം 9:30 ആയപ്പോൾ തന്നെ ഇവിടെ ഈ പറയുന്ന സ്റ്റേഷനൊക്കെ, ഇതൊരു സൗത്ത് ബ്രിസ്ബനിൽ നിന്നൊരു 3-4 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ അവിടെ ഇറങ്ങി. എന്നിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അടുത്ത സൈഡിൽ പോയിട്ട് തിരിച്ച് സൗത്ത് ബ്രിസ്ബൻ തന്നെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങിയപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനൊക്കെ വിജനമാണ്. അപ്പം എന്നിട്ട് അടുത്ത ട്രെയിൻ വരുമ്പോഴത്തേനും നമ്മൾ ആ ട്രെയിനിൽ കയറി നമ്മൾ നേരെ തിരിച്ചു പോന്നു. ഈ ട്രെയിനിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു അഡ്വാൻറ്റേജ്, ഇപ്പം നമ്മളിപ്പോൾ അറിയത്തില്ലാതെ സ്ഥലം വലിയ പരിചയം ഇല്ലെങ്കിൽ പോലും അവിടെ ആ ബോർഡിൽ അവർ എഴുതി കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് ഇതായിരിക്കും എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ബസ്സിൻ്റെ അകത്തായിരുന്നപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഞാൻ കയറിയ ബസ് ഇല്ലാത്ത എല്ലാവരും ഹാപ്പി, കാരണം എല്ലാവരുടെയും ടാർഗറ്റ് നമ്മൾ അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ മടുക്കുമ്പോൾ പറഞ്ഞാൽ മതി, അന്നേരം ഇറങ്ങാം നമുക്ക്. When you are tired. But we are never tired. Really?